ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ല ഇല്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് തരുന്ന ഒരു വചനം ഉൽപ്പത്തി 19:21 ഒന്ന് കേൾക്കാം. അവൻ അവനോട്, ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല. ദൈവം ലോത്തിനൊരു പർവ്വതം കാണിച്ചു. അതായിരുന്നു ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം, ലക്ഷ്യം. എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അവിടം വരെ പോകാൻ പറ്റത്തില്ല. അവനൊരു പട്ടണം കാണിച്ചു. സ്തോത്രം. ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ ദൂതൻ പറയുകയാണ്, ഞാൻ അതിനും കടാക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ നിമിത്തം ആ പട്ടണത്തെ ഞാൻ മറിച്ചു കളയത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവൻ ആ പട്ടണത്തിൽ പോകുന്നില്ലെങ്കിൽ ആ പട്ടണം തകർന്നു പോയി. അവൻ നിമിത്തം ആ പട്ടണം ഒഴിവിക്കപ്പെട്ടു. നിങ്ങൾ നിമിത്തം പട്ടണങ്ങൾ സുരക്ഷിതമാണ്. നിങ്ങൾ പാർക്കുന്ന പട്ടണം നിങ്ങൾ ഉള്ളത് കൊണ്ട് സുരക്ഷിതമായിരിക്കും. പൗലോസ് ഒരു കപ്പലിലുള്ളത് കൊണ്ട് ആ കപ്പലിനെ സൂക്ഷിച്ച ദൈവം. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര വിലയേറിയവരാണ്. ആമേൻ. പക്ഷെ ഇവിടെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ദൈവം അവനെ കടാക്ഷിച്ചുവെങ്കിലും പിന്നത്തെ ഇതിൽ ഒത്തിരി പരാജയങ്ങളോട് സംഭവിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞത് എത്ര റിസ്ക് ആണെങ്കിലും നിങ്ങൾ അവിടേക്ക് ചുവട് വെക്കുവാൻ തയ്യാറായാൽ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ മേൽ വരത്തില്ല. ഇദ്ദേഹം ആ പട്ടണത്തിൽ ചെന്നു. അവിടെ ഒത്തിരി നടക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ നടന്നു. എന്നാൽ ദൈവം പറഞ്ഞ പർവ്വതത്തിലേക്ക് റിസ്ക് എടുത്താണെങ്കിലും നടന്നു പോയിരുന്നെങ്കിൽ പലതും സംഭവിക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം പറഞ്ഞത് അത് കട്ടിയുള്ളതല്ല, അത് സിമ്പിളാ, അത് നിന്നെ കൊണ്ട് പറ്റും. അതിനെ നമ്മൾ പ്രാർത്ഥിച്ച് മറ്റൊന്നാക്കി മാറ്റരുത്. എപ്പോഴും ദൈവം പറഞ്ഞതിനെ അംഗീകരിക്കാൻ പറ്റുന്നതാണ് അനുസരണം. നമ്മൾ പറഞ്ഞ് മറ്റൊന്നാക്കുന്നത് അനുസരണമല്ല, അത് അനുവദനീയമാണ്. അനുവദനീയമായ കാര്യങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ദൈവം പറഞ്ഞ പെർഫെക്റ്റ് വില്ലിലേക്ക് യാത്ര ചെയ്യണം. ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. സ്തോത്രം. പക്ഷെ ഇതിനകത്ത് 2 ദൈവശബ്ദം നിങ്ങൾക്ക് തരാനുണ്ട്. നിങ്ങൾ നിമിത്തം പട്ടണം സുരക്ഷിതമാണ്. 2, നിങ്ങൾ പറയുന്ന കാര്യവും ദൈവം അംഗീകരിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിക്കുമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം കൂടെ ആയിരിക്കുവാൻ നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ തന്നെ നിങ്ങളും പറയുവാൻ തയ്യാറാകാം. അങ്ങനെ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ഇഷ്ടത്തെ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കും. യേശുവേ, വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഒരു കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും. അവർ നിമിത്തം അവരുടെ പട്ടണം സുരക്ഷിതമായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അങ്ങയുടെ ഹിതപ്രകാരമാകുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശുവേ, അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് ഞങ്ങൾ തിരിയുമ്പോൾ അതിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ ഒരുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവെ, കർത്താവെ, അങ്ങയുടെ കാര്യങ്ങളിലേക്ക് കുടുംബത്തെ നൽകി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവഹിതത്തെ ലഘൂകരിക്കാൻ അനുവദിക്കരുതേ.
പ്രാർത്ഥിച്ച് ദൈവഹിതം ചെയ്യുവാൻ ശക്തരാകാൻ ഞങ്ങൾ ഒരുക്കണമേ. പർവ്വതത്തിലേക്ക് ചെല്ലുവാൻ പറഞ്ഞാൽ പട്ടണത്തിൽ ചെല്ലുന്ന ലോത്താകരുതേ ഞങ്ങൾ. ഹല്ലേലൂയ. ഇതാ ഞാൻ വരുന്നു, എന്നെക്കുറിച്ച് എഴുതിയത് മാത്രം ചെയ്യാൻ വരുന്നു എന്ന് പ്രാർത്ഥിച്ച പുത്രനെ പോലെ ആയിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവപദ്ധതികളെ തിരിക്കാൻ അനുവദിക്കരുതേ. ദൈവം കാണിച്ചിടത്തേക്ക് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഹാർഡായിട്ട് തോന്നും, പ്രയാസമുള്ളതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞങ്ങളുടെ തോന്നലുകളും ഞങ്ങളുടെ ഫീലിങ്സും ഒന്നും ആയിരിക്കരുത് കർത്താവേ. ദൈവം പറഞ്ഞത് തന്നെ ചെയ്യാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞെടുത്ത് തന്നെ ഞങ്ങളെ എത്തിക്കണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്തല്ല, ദൈവം ആഗ്രഹിക്കുന്നിടത്ത്. അതിനുവേണ്ടി ഞങ്ങളുടെ മനസ്സിനെ യേശുവിൻ്റെ നാമത്തിൽ പക്വതപ്പെടുത്തുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അത്ഭുതമാക്കണമേ. ഇവരെക്കുറിച്ചുള്ള ദൈവ പദ്ധതികളെ അതിലേക്ക് തന്നെ അവരെ ഓടിച്ചു കയറ്റണമേ. അതിനുവേണ്ട അഭിഷേകം, കൃപ കൊടുക്കണമേ. ഹോരേബിലെത്താൻ പറഞ്ഞെങ്കിൽ അതിന് തൊട്ടിപ്പുറത്ത് ചെന്ന് കയറുന്ന, ഒരു ഗുഹയിൽ കയറുന്ന ഏലിയാവിനെ പോലെ ആകരുത്. നിനക്കിവിടെ എന്താ കാര്യം? ഞങ്ങളെ റൈറ്റ് സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ വചനം ഒന്നുകൂടെ നിങ്ങൾ കേൾക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവഹിതത്തെ തിരിക്കാതെ ദൈവഹിതത്തിലേക്ക് വളരാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. നിങ്ങളൊരു ഭയങ്കര അനുഗ്രഹമാണ്, അനേകർക്ക് പ്രയോജനപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.